ശ്രീ PM സുരേഷ് ബാബു ഇന്ന് ശിവഗിരി സമ്മേളന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ഈ പരാമർശം ഇടതുപക്ഷത്തിന്റെ നിലപാട് തന്നെയാണോ? എന്തുകൊണ്ടാണ് ഗുരുദേവനെ സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയാക്താവോ ആയി ചിത്രീകരിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? അവിടെ ഗുരുദേവനെയും സനാതനധർമ്മത്തെയും കൂട്ടിക്കെട്ടതിന്റെ പ്രസക്തി എന്തായിരുന്നു? അവിടെ ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തിലെ ഒരു യോഗത്തിലാണ് ഇത്തരം പ്രസംഗം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുള്ളത്. അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആഖ്യാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലിഖിതങ്ങൾ, അതെല്ലാം പ്രത്യേകമായി മനുഷ്യൻ നന്നാവണം, മതം എന്തായാലും മനുഷ്യൻ നന്നാവണം എന്ന ഒരു ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായൊരു ചിന്തയാണ് ഗുരുദേവൻ്റെ ഭാഗത്തു നിന്ന് കേരളീയ പൊതുസമൂഹത്തിന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴവിടെ ആ ഒരു ചിന്തയുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രയാണത്തിലും പ്രവർത്തനത്തിലും മുഴുകി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരും കമ്മ്യൂണിസ്റ്റ് ആശയക്കാരും അത് വെച്ചുകൊണ്ട് ഗുരുദേവനെ അത്തരം ചിന്തയുടെ വക്താവാണെന്ന് വരുത്താനുള്ള പരിശ്രമം നടത്തും. മറിച്ച് ക്ഷേത്ര സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും അവിടെ കണ്ണാടി കൊണ്ടുപോലുള്ള പ്രതിഭകൾ ബിംബങ്ങൾ സ്ഥാപിക്കുകയും എന്നിട്ട് സ്വന്തം നീ തന്നെയാണ്, തത്വമസിയെക്കുറിച്ച് എല്ലാം നീ തന്നെയാണ് എന്ന ഒരു പഠനം സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത് വഴി ദൈവത്തിൻ്റെ സങ്കല്പത്തെയും നമുക്ക് അതിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. ഈ രണ്ട് ചിന്താഗതികളും എനിക്ക് ഏത് ചിന്താഗതിയെയാണ് ജനങ്ങളിലേക്ക് പരിക്ഷേപിപ്പിക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ അത് പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അത് ഏതെങ്കിലും തരത്തിൽ മറ്റേ ചിന്താഗതിയോടുള്ള അവഹേളനമോ അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ഗുരുദേവനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കെട്ടാനോ ഉള്ള ഒരു ശ്രമമായി അത് വ്യാഖ്യാനിക്കേണ്ടതില്ല. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള വസ്തുതകളും വാചകങ്ങളും ആഖ്യാനങ്ങളുമെല്ലാം ഓരോ സമൂഹത്തിൽ ചിന്തക്കനുസൃതമായി തൻ്റെ ചിന്തക്ക്, തൻ്റെ സമൂഹത്തിൻ്റെ ചിന്തക്ക്, തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചിന്തയ്ക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ആ വ്യാഖ്യാനങ്ങൾ ഈ പൊതുജന സമൂഹം അല്ലെങ്കിൽ പൊതുസമൂഹം ഏത് സ്വീകരിക്കുന്നുവോ ആ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീ PM സുരേഷ് ബാബു, അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. ഇത് സമൂഹത്തിന് ഏതു രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്ന് ആദ്യം പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ശ്രീനാരായണ ഗുരുദേവനെ മതനേതാവാക്കാൻ നടത്തുന്ന ചില ശ്രമങ്ങളെ തിരിച്ചറിയണം എന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാരണം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായ അദ്ദേഹത്തെ ഇന്നുവരെ ആരും ഒരു മതനേതാവിൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ല, ആരും അങ്ങനെ ചിത്രീകരിച്ചിട്ടുമില്ല. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഓരോരുത്തർ നടത്തുന്ന വ്യാഖ്യാനങ്ങളാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മാത്രം വ്യാഖ്യാനമായി കാണേണ്ടതല്ലേ? അത് മുഖ്യമന്ത്രിയുടെ മാത്രം കാഴ്ചപ്പാടല്ലേ? ആ കാഴ്ചപ്പാടല്ലേ ഒരു സമ്മേളന വേദിയിൽ ഉറക്കെ പറഞ്ഞത്? അതൊരു തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനയല്ലേ? അല്ല, ഞാൻ കേട്ടത് വെച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുക. ഞാൻ കേൾക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. മത നേതാവാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കേട്ടത് സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ബോധപൂർവമായി നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വർണ്ണാധിഷ്ഠിതമായൊരു സമൂഹത്തിൻ്റെ തുടർച്ചയായിരിക്കും വരിക എന്ന അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനവും ആ ആശയത്തിൻ്റെ ഒരു വ്യാഖ്യാനവും കൂടിയായിട്ട് കണ്ടാൽ മതി. മതത്തെ അതിനകത്ത് കൂട്ടിച്ചേർത്തതായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം ഞാൻ തുടർന്നുള്ള സ്ലോട്ടുകളിൽ പറയാം. അല്ല, എങ്കിലും താങ്കൾക്ക് ആദ്യത്തെ ഒരു കാഴ്ചപ്പാടിൽ അത് എന്തു തോന്നുന്നു? ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. പക്ഷേ അതിനു മുൻപ് അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്.
അതായത് ഞാൻ കൃത്യമായി വായിക്കാം ശ്രീ PM സുരേഷ് ബാബു. മനുഷ്യത്വത്തിന്റെ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. സാമൂഹിക പരിഷ്കർത്താവായ ഗുരുവിനെ മത നേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണം. സനാതനധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയാണ്. അവിടെ എന്തിനാണ് മത നേതാവ് എന്നുള്ള പ്രയോഗം? അല്ല, ആരെങ്കിലും ശ്രമിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് വിവരമുണ്ടാകും. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു വക്താവോ നേതൃത്വത്തിൻ്റെ ആളോ ആക്കി മാറ്റാനുള്ള പരിശ്രമം നടത്തുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചുകൊണ്ട് അത് പൊതുസമൂഹം ശ്രദ്ധിക്കണം എന്ന ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച കൊടുത്തതായിട്ട് മാത്രമേ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. ശരി, ശിവഗിരി സമ്മേളന വേദിയിലാണ് ഗുരുവിന്റെ സംഭാവനകളെ കുറിച്ച് പറയാമല്ലോ അദ്ദേഹത്തിന്.